നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ കാളത്തോട് നാച്ചു വധക്കേസിലെ 6 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. CITU തൊഴിലാളി നാച്ചു എന്ന ഷബീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. പോസ്റ്റൽ മേഖലയെ തകർക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യമെന്ന VK ശ്രീകണ്ഠൻ MP. രാഷ്ട്രീയത്തിൽ വ്യക്തി വ്യവസായ കോർപ്പറേറ്റ് താൽപര്യം വന്നാൽ പൊതുമേഖലകൾ തകർക്കപ്പെടുമെന്നും ശ്രീകണ്ഠൻ. FNPO സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. കേരള പോലീസിന്റെ ഓരോ സംവിധാനത്തെയും നവീകരിച്ചതിലൂടെ പൗരസാമൂഹിക സുരക്ഷിതത്വം വർദ്ധിച്ചതായി K രാധാകൃഷ്ണൻ MP. സേനാംഗങ്ങളുടെ ക്ഷേമവും സർക്കാർ ലക്ഷ്യമെന്നും അന്വേഷണത്തിൽ ലോക നിലവാരം പുലർത്താൻ കഴിയുന്നത് സർക്കാർ കാലത്തിനൊത്ത് അനുയോജ്യമായ പിന്തുണ നൽകുന്നതുകൊണ്ടാണെന്നും K രാധാകൃഷ്ണൻ. പാലക്കാട് KPOA ജില്ലാ സമ്മേളനം. മാതൃസംഘടനയിലേക്ക് പോകുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന KPCC വക്താവ് സന്ദീപ് വാര്യർ. KPCC നേതൃത്വം എതിരാളികൾക്ക് ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ. KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാത്തത് മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുടെ പേരിലെന്നും സന്ദീപ് വാര്യർ. മുഖച്ഛായ മാറാൻ ഒരുങ്ങി വാണിയംകുളം ചന്ത. നവീകരണ പ്രവൃത്തികൾ സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിൽ. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച P മമ്മിക്കുട്ടി MLA. കടുത്ത ചൂടും കൊടും വെയിലും തൊണ്ട നനയ്ക്കാൻ വഴിയില്ലാതെ വന്യജീവികൾ. പ്രകൃതി സ്നേഹി കല്ലൂർ ബാലന്റെ വിയോഗം തീരാനഷ്ടമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തൃശൂർ കാളത്തോട് നാച്ചു വധക്കേസിലെ 6 പ്രതികൾക്ക് ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും. തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. CITU തൊഴിലാളിയായിരുന്ന നാച്ചു എന്ന ഷബീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. 2021 ഒക്ടോബർ 22 പകൽ 3:30 CITU യൂണിയൻ തൊഴിലാളിയായ നാച്ചു എന്ന 39-കാരൻ ഷമീറിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വെട്ടുക്കപ്പറമ്പിൽ 50-കാരൻ ഷാജഹാൻ, വലിയകത്ത് 30 വയസ്സുള്ള ഷബീർ, പരിക്കുന്ന് വീട്ടിൽ 31-കാരൻ അമൽ സാലിഹ് എന്നിവർക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത വലിയകത്ത് 40-കാരൻ ഷിഹാസ്, കാട്ടുപറമ്പിൽ 47-കാരൻ നവാസ്, പോക്കാക്കില്ലത്ത് വീട്ടിൽ 51-കാരനായ സൈനുദ്ദീൻ എന്നിവർക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. 68 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 207ഓളം രേഖകളും 22ഓളം തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രതികളുടെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി കോടതിയിൽ പ്രതികൾ 2021 ഒക്ടോബർ 15 മുതൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഡീറ്റെയിൽസും കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രതികൾ 4ാം പ്രതി ഷിഹാസിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും കേസ് അന്വേഷിച്ച മണ്ണുത്തി പോലീസിന് ലഭ്യമായിരുന്നു. സൈബർ ഫോറൻസിക് റിപ്പോർട്ടുകളും മറ്റ് ഫോറൻസിക് തെളിവുകളും പ്രോസിക്യൂഷൻ ഉപയോഗിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവരാണ് ഹാജരായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഗ്രാമീണ മേഖല ഉൾപ്പെടെ ശക്തമായ ആശയവിനിമയ സംവിധാനമായ പോസ്റ്റൽ മേഖലയെ തകർക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യമാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വ്യക്തി വ്യവസായ കോർപ്പറേറ്റ് താൽപര്യം വന്നാൽ പൊതുമേഖലകൾ തകർക്കപ്പെടുമെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. FNPO സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറാണ്. പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങളും സങ്കുചിത താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ വന്നു പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മറ്റു പല വഴിയിലേക്കും ഇതിനെ തിരിച്ചുവിടുകയാണ്. സത്യത്തില് ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ സർവീസ് സെക്ടറിനോട് വലിയ ബഹുമാനമാണ്. കാരണം വളരെ ചുരുങ്ങിയ ചെലവിൽ എല്ലാ സേവനവും ദാതാക്കൾക്ക് സാധാരണക്കാർക്ക് എത്തിക്കുക എന്നുള്ളത് അത് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലേക്ക്. ഇപ്പൊ തപാൽ വകുപ്പിനെ തന്നെ എന്നോട് രാജ്യത്തെ മാതൃകാ പൊതുമേഖലാ സ്ഥാപനമായ BSNL-നെ ഇന്ന് നയിക്കുന്നത് കോർപ്പറേറ്റ് ഭീമനാണ്. ഇതേ അവസ്ഥയിലേക്കാണ് 1,65,000 പോസ്റ്റൽ ശൃംഖലയും 5 ലക്ഷത്തോളം ജീവനക്കാരുമുള്ള പോസ്റ്റൽ സംവിധാനത്തെയും നയിക്കുന്നത്. ആർക്ക് എപ്പോൾ എങ്ങനെ വിവരങ്ങൾ ലഭിക്കണം, കൈമാറണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോർപ്പറേറ്റുകൾക്ക് നൽകുന്നതിനെ അംഗീകരിക്കാനാകില്ല. ഓഫീസുകൾ ഇല്ലാതാക്കിയും ജീവനക്കാരെ കുറച്ചും പൊതുമേഖലകൾ സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. രാഷ്ട്ര താൽപര്യത്തിനപ്പുറമുള്ള സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ ഓരോ പൊതുമേഖലയെയും തകർക്കുകയാണ്. ഇതിനെതിരായി എല്ലാ കോണിൽ നിന്നും പ്രതിരോധമുണ്ടാവണമെന്നും MP പറഞ്ഞു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP VS വിജയരാഘവൻ, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം K അപ്പു, DCC ജനറൽ സെക്രട്ടറി B രാമചന്ദ്രൻ, FNPO NUR ദേശീയ സംസ്ഥാന നേതാക്കളായ ശിവാജി വാസി റെഡ്ഡി, NK ത്യാഗി, നിസാർ മുജാവർ, S സുധീഷ് കുമാർ, KV സുധീർ കുമാർ, ബാലകൃഷ്ണൻ കൂട്ടാല, NV വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള പോലീസിന്റെ ഓരോ സംവിധാനത്തെയും നവീകരിച്ചതിലൂടെ പൗര സാമൂഹിക സുരക്ഷിതത്വം വർദ്ധിച്ചതായി K രാധാകൃഷ്ണൻ MP. സേനാംഗങ്ങളുടെ
ക്ഷേമവും സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും MP പറഞ്ഞു. അന്വേഷണ മികവിൽ ലോകനിലവാരം പുലർത്താൻ കഴിഞ്ഞത് സർക്കാർ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ സേനയ്ക്ക് പിന്തുണ നൽകുന്നതുകൊണ്ടാണെന്നും KPOA ജില്ലാ സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് MP പറഞ്ഞു. കാലത്തിനനുസരിച്ച് കേരള പോലീസിനെ നവീകരിച്ചത് ഇടത് സർക്കാരാണ്. പോലീസ് സ്റ്റേഷനും ഉപകരണങ്ങളും നവീകരിക്കുന്നതിനൊപ്പം തന്നെ പോലീസിനെ ജനസൗഹൃദമാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. പല ഘട്ടങ്ങളിലും വർഗീയ രാഷ്ട്രീയ സംഘടനകളും വർഗീയ വിദ്വേഷവും ഇല്ലാതാക്കാനായത് സേനയുടെ കരുതൽ കൊണ്ടാണ്. അന്വേഷണ മികവിൽ ലോക നിലവാരം പുലർത്താൻ കഴിയുന്നത് സർക്കാർ കാലത്തിനനുയോജ്യമായ രീതിയിൽ സേനയ്ക്ക് പിന്തുണ നൽകുന്നതുകൊണ്ടാണെന്നും MP പറഞ്ഞു. അന്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയുക, അതിൽ നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യത്വം എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോലീസ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പോലീസ്. ഒരുപക്ഷെ ഏത് സമൂഹത്തിനും അത് പ്രധാനപ്പെട്ട തന്നെ. കാരണം ഒരു സമൂഹത്തിന്റെ വളർച്ചയിൽ പുരോഗതിയിൽ കേവലം ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ മാത്രം വിചാരിച്ചാൽ അത് സാധ്യമാകില്ല. നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിൽ പുരോഗതിയിൽ ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ക്രമസമാധാന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുള്ളത്. ആ ഉത്തരവാദിത്തം നല്ലപോലെ നിറവേറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുനിൽ L അധ്യക്ഷത വഹിച്ചു. A പ്രഭാകരൻ MLA, SP അജിത് കുമാർ, അഡീഷണൽ SP PC ഹരിദാസ്, DYSPമാരായ N മുരളീധരൻ, M സന്തോഷ് കുമാർ, VA കൃഷ്ണദാസ്, R മനോജ് കുമാർ, R അശോകൻ, അബ്ദുൽ മുനീർ, KPOA ഭാരവാഹികളായ PR രാജേഷ് കുമാർ, M സ്മിത, സഞ്ജു കൃഷ്ണൻ, C സത്യൻ, M ശിവകുമാർ, ജോസൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാതിരുന്നത് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവത്തിന്റെ തിരക്കുള്ളതുകൊണ്ടാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. മാതൃസംഘടനയിലേക്ക് പോകുമെന്ന പ്രചരണം വ്യാജമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. KPCC നേതൃത്വം എതിരാളികൾക്ക് ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരോട് സന്ദീപ് വാര്യർ പറഞ്ഞു. KPCC സ്ഥാനാരോഹണ ചടങ്ങിൽ കാണാതായതിൽ അന്വേഷിക്കുന്ന മാതൃസംഘടനാ പ്രവർത്തകരോട് സ്നേഹമുണ്ട്. KPCC നേതൃത്വത്തെ അറിയിച്ച് അനുമതി വാങ്ങിയതിനു ശേഷമാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ ചലിപ്പിക്കാനും ശേഷിയുള്ള പുതിയ KPCC നേതൃത്വം അണികളിൽ ആവേശമാണ്. കോൺഗ്രസ് വിടുമെന്ന തരത്തിൽ തന്നെക്കുറിച്ച് വരുന്ന പ്രചരണങ്ങൾ വ്യാജമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. KPCC സെക്രട്ടറിയാണ്, ഇപ്പോഴത്തെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇന്ന് ചുമതല ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഇന്ന് അവിടെ പോകാത്ത. കാരണം ഞങ്ങളുടെ മുന്നിൽ വലിയൊരു ദൗത്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഇന്ന് അവിടെ പോകാനുള്ളൊരു അസൗകര്യം, കാരണം 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് പോകാത്തത്. മറ്റൊരു അർത്ഥവും അതിന് കൊടുക്കേണ്ടതില്ല. ഇന്ന് ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഞങ്ങളൊന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ച് ഇങ്ങനൊരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുഖച്ഛായ മാറാൻ ഒരുങ്ങി വാണിയംകുളം ചന്ത. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി ചെലവിലാണ് കന്നുകാലി ചന്തയുടെ നവീകരണം. നിർമ്മാണോദ്ഘാടനം P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. 3 വെയിറ്റിംഗ് ഷെഡ്, ചന്തയിലെത്തുന്ന കച്ചവടക്കാർക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രം, കന്നുകാലികളെ കയറ്റാനും ഇറക്കാനുമുള്ള സംവിധാനം, കന്നുകാലികൾ നിൽക്കുന്ന ഭാഗം കരിങ്കൽ പതിച്ച് ഒപ്പമാക്കൽ, കേടുവന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കൽ, ആൾത്തറ നിർമ്മാണം തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെല്ലിനാണ് നിർമ്മാണ ചുമതല. 1 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വ്യാഴാഴ്ചയാണ് ചന്തയുടെ പ്രവർത്തനം. പ്രധാനമായും കാലിക്കച്ചവടമാണ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീസ, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കന്നുകാലികൾ എത്തുന്നത്. കന്നുകാലി ചന്തയുടെ നവീകരണവും വിശ്രമകേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനവും P മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. അങ്ങനെ പുരാതന കാലം മുതൽ വരുന്ന കാലഘട്ടത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് കുറേയൊക്കെ നവീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തിനനുസരിച്ചുകൊണ്ട് ഈ ചന്ത കുറേയും കൂടി നവീകരിക്കപ്പെടണമെന്ന ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട ആളുകൾ പഞ്ചായത്ത് സമിതിയും സർവസ്ഥാനത്തിൻ്റെ ആളുകൾക്ക്
ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 കോടി രൂപ ബഡ്ജറ്റ് വന്നത്. കണക്ക് പറഞ്ഞത് അപ്പോൾ കേരള സംസ്ഥാന ഗവൺമെൻറ് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ 1 കോടി രൂപ വെച്ചത് നേരത്തെ ഗംഗാധരൻ പറഞ്ഞ മാതിരി കുറേയും കൂടി അപ്ഡേറ്റ് ചെയ്യണം. വരുന്ന ആളുകൾക്ക് ഒന്ന് വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യം. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പി ശ്രീലത, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സി സൂരജ്, വി പി സിന്ധു, പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി സിന്ധു, വി പി പ്രകാശൻ, സുജിത് പി രാജ്, ഡി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കടുത്ത ചൂടും കൊടും വെയിലും തൊണ്ട നനയ്ക്കാൻ വഴിയില്ലാതെ അയ്യർമല മേഖലയിലെ വന്യജീവികൾ. ഈ സമയമാണ് കല്ലൂർ ബാലൻ എന്ന പ്രകൃതി സ്നേഹിയെ നാം ഓർക്കുന്നത്. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. അന്തരിച്ച വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ടാങ്കുകളിൽ വെള്ളം നിറച്ച് സ്വന്തം വാഹനത്തിൽ വനമേഖലയിലെത്തിച്ച് കൽത്തൊട്ടികളിൽ യഥേഷ്ടം നിറയ്ക്കുമായിരുന്നു. ഭക്ഷണ സാധനങ്ങളും ധാരാളമായി എത്തിക്കുമായിരുന്നു. ബാലന്റെ മരണം വൃക്ഷങ്ങളുടെ പരിചരണം മാത്രമല്ല, വന്യജീവികളുടെ നിലനിൽപ്പും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ വലയുന്ന വനജീവികൾക്ക് ദാഹജലം കിട്ടാത്തതാണ് ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ളത്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന ചൊല്ലുപോലെ വൃക്ഷങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് ജീവിതം സമർപ്പിച്ച കല്ലൂർ ബാലനോളം വരില്ലെങ്കിലും അദ്ദേഹം ചെയ്തുവെച്ച സേവനം നിലച്ചുപോകാതെ സൂക്ഷിക്കാനും ജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാകാതിരിക്കാനും പരിസ്ഥിതി സ്നേഹികൾ ആരെങ്കിലും മുന്നോട്ട് വന്നെങ്കിൽ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അൻപോടി തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചരിത്ര സംഭവമായി. ജില്ലയിൽ ആദ്യമായാണ് സർവ്വസജ്ജമായ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. 5000-ഓളം പേർ ക്യാമ്പിന്റെ ഭാഗമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. സ്നേഹത്തോടെ നിരാലംബരായിട്ടുള്ള, അശരണരായിട്ടുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയാണ് അൻപോട് തൃത്താല. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പ്രത്യേകത തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്നതാണ്. വട്ടനാട് GVHSS സ്കൂളിൽ നടന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം മുഖ്യാതിഥിയായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, P ബാലൻ, K മുഹമ്മദ്, ഷറഫുദ്ദീൻ കളത്തിൽ, PK ജയ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ MLA മാർ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. അൻപോടെ തൃത്താല കൺവീനർ ഡോക്ടർ E സുഷമ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് AP സുനിൽ ഖദർ നന്ദിയും പറഞ്ഞു. മണ്ഡലത്തിലെ 4 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സർവ്വസജ്ജീകരണങ്ങളോടെ തൃത്താലയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് അൻപോടെ തൃത്താല ശ്രദ്ധേയമായി. കേരളത്തിലെ പ്രശസ്ത ആശുപത്രികളും മൊബൈൽ ക്ലിനിക്കുകളും വിദഗ്ധ ഡോക്ടർമാരും പങ്കെടുത്ത ക്യാമ്പ് ജനങ്ങൾക്ക് പുതിയൊരു അനുഭവമായി. ക്യാൻസർ ലക്ഷണങ്ങൾ കണ്ടെത്താനും രോഗനിർണയം നടത്താനും MVR ക്യാൻസർ സെന്ററിന്റെ അത്യാധുനിക മൊബൈൽ ലാബും വിദഗ്ധ ഡോക്ടർമാരും സ്കാനിങ്ങും എക്സ്റേയും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി അമൃത ഹോസ്പിറ്റലിന്റെ വാഹനം, മൊബൈൽ ഡെന്റൽ, ഐ ക്ലിനിക്കുകൾ, ലാബുകൾ, ആംബുലൻസുകൾ, അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കൂറ്റനാട് വട്ടനാട് സ്കൂൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറിയ പ്രതീതിയാണ് അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ കാണാനായത്. സമീപത്തുള്ള ആശുപത്രികളിലും പരിശോധനകൾക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തി. ആവശ്യമായ രോഗിയുമായി ആംബുലൻസുകൾ ഓടി. 5000-ഓളം പേർ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി. സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത, ലിസി, തൃശൂർ ജൂബിലി, അമല, കോട്ടയ്ക്കൽ മിംസ് എന്നിങ്ങനെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളിലെയും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളിലെയും 100-ലധികം പ്രശസ്ത ഡോക്ടർമാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പരിശോധന നടത്തിയത്. ക്യാമ്പിന്റെ ഭാഗമായി 8 വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ക്യാൻസർ പ്രതിരോധം, ജീവൻ രക്ഷാ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം, ലഹരി നിർമ്മാർജ്ജനം, സാമൂഹിക ഉത്തരവാദിത്വം, ഔഷധ സസ്യങ്ങൾ, ഉത്തരവാദ രക്ഷാകർതൃത്വം, പകർച്ചേതര രോഗനിർണയം, യോഗ, ജീവിതശൈലി രോഗനിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ വിവിധ ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളെ സമ്പുഷ്ടമാക്കുന്ന ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം മെയ് 16, 17, 18 തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറിയിൽ നടക്കും. ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാഹിത്യോത്സവം സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തിലാണ് സംഘടിപ്പിക്കുന്നതെന്നും ക്യൂറേറ്റർ സന്ദീപ് വാര്യരും ചെയർമാൻ P ഹരിഗോവിന്ദനും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സർഗലയ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്.
സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ ആശയധാരകളെ ഭാവി കേരളത്തിൻ്റെ ഭൗതിക വിനിമയത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും ഉപയുക്തമാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക ശാസ്ത്രം, കല, സാഹിത്യം, സിനിമ, സ്പോർട്സ്, സംഗീതം, ചരിത്രം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ എല്ലാ പക്ഷത്തുമുള്ളവർക്ക് ആശയവിനിമയവും സംവാദവും ചർച്ചകളും നടത്താൻ വേദിയുണ്ടാകും. വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായ 100ഓളം പേർ സാഹിത്യോത്സവത്തിൻ്റെ 3 ദിനങ്ങളുടെ ഭാഗമാകും. വർത്തമാന കാലഘട്ടത്തിലെ ചലിക്കുന്ന ചർച്ചകളാകുന്ന വിഷയങ്ങളോടൊപ്പം പൂരം, താളം, ഐതിഹ്യം എന്നിവയെല്ലാം സാഹിത്യോത്സവത്തിന്റെ ഭാഗമാണെന്നും ഇരുവരും പറഞ്ഞു. പാലക്കാട്ടെയും മലപ്പുറത്തെയും തൃശ്ശൂരിലെയും ഒക്കെ ഗ്രാമീണ മേഖലയിൽ നിന്ന് അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം ഇതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 ദിവസം നടക്കുന്ന ഈ സാഹിത്യോത്സവത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, മാധ്യമങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, ഈ സാഹിത്യോത്സവത്തിന്റെ തീമുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ഹരിഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹിത്യോത്സവത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, ഈ സാഹിത്യോത്സവത്തിന്റെ ഒരു അടിസ്ഥാന ആശയം ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിലെല്ലാം തന്നെ, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പരമാവധി ഗാന്ധിയൻ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളായിരിക്കും മുന്നോട്ട് പോകുക. ട്രഷറർ സുരേഷ് തെങ്ങുംതോട്ടം, ജനറൽ കൺവീനർ പി ഗിരീഷ്, ഇ ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കർഷക സംഘം ജില്ലാ മേഖലാ ശില്പശാല കണ്ണീമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു. ഈ പടുത്ത് ഉയർത്തപ്പെട്ടത് ആ അടിത്തറയുടെ മുകളിലാണ്. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ട് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുൻപ് 1956 തൃശ്ശൂരിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ് അധികാരത്തിൽ വന്നാൽ കാർഷിക പരിഷ്കരണം നടത്താമെന്ന് പ്രഖ്യാപിക്കുന്നത്. കുടിയൊഴിപ്പിക്കൽ നിരോധിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ആ സമ്മേളനത്തിലാണ്. കർഷക സംഘത്തിന്റെ അന്നത്തെ സംസ്ഥാന നേതാക്കൾ പ്രമേയം അവതരിപ്പിക്കുന്നത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ബാബു, വിജയകുമാർ, യു അജയ്കുമാർ, എൻ കെ രാജൻ, പി കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡ് പാറക്കുളം കുരട്ടിക്കുന്ന് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബയോഗവും 13-ാം വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ 5-ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രനാഥൻ ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കമ്മിറ്റി പ്രസിഡന്റ് കോമളം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുനിൽ സിംഗ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടിവെള്ള പദ്ധതി കൺവീനറും മുൻ കൗൺസിലറുമായ വിപിൻനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഖജാൻജി രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ച കുടുംബാംഗങ്ങളിലെ കുട്ടികളെ ആദരിച്ചു. കൃത്യതയോടെ 13 വർഷക്കാലം കുടിവെള്ള പദ്ധതിയെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് മേഖലയിലെ ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചതിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിലെ മികച്ച കുടിവെള്ള പദ്ധതി പാറക്കുളം പുരട്ടിക്കുന്ന് കമ്മിറ്റി ഗുണഭോക്താക്കൾക്കും വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രനും ഉപഹാരം സമ്മാനിച്ചു. 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. അഖില നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടനകുറിശി ആരഭി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. പൂക്കാം തളിർക്കാം എന്ന നാമകരണത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മെയ് 2-നാണ് ആരംഭിച്ചത്. 10 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മലയാളം, ഗണിതം, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിൽ അടിസ്ഥാന വിവരം നൽകുക, കഥ, കവിത, ചിത്രരചന പരിശീലനം, നാടകക്കളരി, നാടൻ പാട്ടുകളെയും നാടൻ കളികളെയും പരിചയപ്പെടുത്തുക, പാഴ്വസ്തുക്കളെ മനോഹരമായ കളി ഉൽപ്പന്നങ്ങളാക്കുക, നിലമ്പൂരിലേക്കൊരു തീവണ്ടി യാത്ര തുടങ്ങി വിവിധ പരിപാടികൾ 10 ദിവസങ്ങളിലായി നടന്നു. ഓരോ ദിവസവും പ്രമുഖർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഭക്ഷണവും ഉണ്ടായിരുന്നു. സമാപനം പട്ടാമ്പി MLA മുഹമ്മദ് മൂസൻ ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ടിൽ നിന്ന് ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പുസ്തകത്തിന്റെ 2ാം ഘട്ട വിതരണവും ഗ്രന്ഥശാലയുടെ മുകളിൽ ഹാൾ നിർമ്മിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പത്രപ്രകാശനവും നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡലും സർട്ടിഫിക്കറ്റും ക്യൂസ് മത്സര വിജയികൾക്കും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർക്കും പങ്കെടുത്ത ജില്ലാ ചെസ് മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരോണിനും MLA ഉപഹാരം നൽകി അനുമോദിച്ചു. വനിതാവേദി ഒരുക്കിയ ഭക്ഷ്യമേളയും പുസ്തക പ്രദർശനവും രമേശ് വാഴക്കോട്ടിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് KV ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ഗ്രന്ഥശാല താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ,
എന്നിവർ മുഖ്യാതിഥികളായി. ഷൊർണൂർ ASI പ്രദീപ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഖദീജ നസ്രിൽ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന വിഷയത്തിൽ സംസാരിച്ചു. വാർഡ് മെമ്പർ ജലജ ശശികുമാർ, RP സെക്രട്ടറി ശ്രീരഞ്ജ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു. ദീപ ടീച്ചർ സ്വാഗതവും PP വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മാനസ കൾച്ചർ ട്രസ്റ്റിന്റെ 4ാമത് ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അഭിമാനമായിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള കലാരൂപം ലോകത്തെല്ലായിടത്തും നടന്ന് അവതരിപ്പിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് രാമേന്ദ്ര പുലവർ. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പത്മശ്രീ ജേതാവാണ്. അതുപോലെ തന്നെ ഇത്ര ചെറുപ്പത്തിലും ഈ സംസ്ഥാനത്ത് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് മലയാള സിനിമകളിൽ അതുപോലെ തന്നെ നിരവധി സംഗീത സദസ്സുകളിൽ വളരെ വലിയ സംഭാവന ചെയ്ത് ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള നമ്മുടെ രാഗരത്നം മണ്ണൂർ രാജകുമാരുണ്ണി അവർകളാണ് ഒരു വിശിഷ്ട അതിഥിയുള്ളത്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു 10-60 വയസ്സ് തോന്നുള്ളൂ. പക്ഷെ സത്യത്തിൽ രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി. ഓടി നടന്ന് എല്ലാ പരിപാടിയിലും പാലക്കാട്ട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ പേരിൽ നൽകുന്ന പുരസ്കാരം പ്രശസ്ത ഭരതനാട്യം നർത്തകി കലാമണ്ഡലം മനീഷയ്ക്ക് സമ്മാനിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി വിശിഷ്ടാതിഥിയായി. പത്മശ്രീ രാമചന്ദ്ര പുലവർ വിശിഷ്ടാതിഥിയായിരുന്നു. തെലുങ്കാന ബഹുജന സാഹിത്യ അക്കാദമിയുടെ 2024 കലാരത്ന ദേശീയ പുരസ്കാരം നേടിയ മണികണ്ഠൻ മാനസയെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ സാമൂഹിക രംഗത്തും കലാരംഗത്തും മാധ്യമപ്രവർത്തന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ അനുമോദിച്ചു. കലാമണ്ഡലം ഹൈമാവതി, കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, അഭിമന്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം VP സുരേന്ദ്രൻ, തൃശൂർ കൃഷ്ണകുമാർ, ഡോക്ടർ ഇബ്രാഹിം, മണി ചെറുതുരുത്തി എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ, കൃഷ്ണദാസ്, പരമേശ്വരൻ മാസ്റ്റർ, ശശികുമാർ, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ആഷിഖ്, പ്രസാദ് K. ഷൊർണൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ M. നാരായണൻ സ്വാഗതവും മാനസ ജനറൽ കൺവീനർ മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാലിന്യ സംസ്കരണത്തിന് കേരളത്തിലെ മികച്ച നഗരസഭയായി ഷൊർണൂർ നഗരസഭയെ തെരഞ്ഞെടുത്തത് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും സഹകരണം കൊണ്ടാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ മാനസ കൾച്ചർ ട്രസ്റ്റ് സംഘടിപ്പിച്ച ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിൽ നഗരസഭാ ചെയർമാന് നൽകിയ സ്വീകരണത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് MK ജയപ്രകാശിനെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചത്. പ്രവർത്തനത്തിൽ നഗരസഭാ കൗൺസിലിനോടൊപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളും വലിയ സഹകരണമാണ് ഇതുമായി ചേർന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമുക്ക് കേരളത്തിലെ തന്നെ മികച്ച നഗരസഭകളിൽ ഒന്നായി മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. വടനകുറിശി വാസുദേവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മെയ് 18 വരെയാണ് യജ്ഞം. ബ്രഹ്മശ്രീ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് താലപ്പൊലി, എഴുന്നള്ളിപ്പ് എന്നിവയോടുകൂടി തുടക്കമായിരിക്കുന്നത്. 1ാം ദിവസം കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പാണ്ഡവ മഹാപ്രസ്ഥാനം, വരാഹാവതാരം തുടങ്ങിയവയിൽ പാരായണം നടന്നു. ബ്രഹ്മശ്രീ മിഥുനപ്പിള്ളി വാസുദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേനമേവ ഹൃതം തേജോ ദേവവിസ്മാപനം യസ്യ ക്ഷണയോഗേന ലോകോ ഹ്യപ്രിയദർശന മുഖ്യേന രഹിതോ ഹ്യേഷാമുദക പ്രോച്യതേ യഥാ. നമ്പൂർക്കാവ് ഇന്ദിര ടീച്ചറാണ് സഹ ആചാര്യ. നിരവധി ഭക്തർ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര ഉണ്ടായിരിക്കും. മെയ് 18 യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുളൂർക്കര കണ്ണമ്പാറ കടമക്കുളങ്ങര ഭദ്രകാളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണ പൈ സ്വാമിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണ പൈ സ്വാമിയുടെ കാർമ്മികത്വത്തിൽ പൂജാകർമ്മങ്ങൾ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് മഹാ അന്നദാനവും വൈകിട്ട് 4 മണിക്ക് ഗജവീരൻ വടക്കുനാഥൻ ശിവന്റെ അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗംഭീര പഞ്ചവാദ്യവുമുണ്ടായിരുന്നു.
നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ട് ഉണ്ടായിരുന്നു. ഫാൻസി വെടിക്കെട്ടും കണ്ടതിനു ശേഷമാണ് ഭക്തർ മടങ്ങിയത്. പ്രസിഡന്റ് സി രാധ ഓങ്ങനാട്ട് ചാക്കത്ത്, സെക്രട്ടറി KR അരുൺ കതിരാക്കോട്ടിൽ, ട്രഷറർ സാവിത്രി രാജൻ തെക്കേക്കര, മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മാറ്റുളി കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറിയിരിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഈ ആരോപണത്തിൽ താങ്കളുടെ പ്രതികരണമെന്ത്? മാറ്റുളിയിലേക്ക്. വിഷയത്തെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി പറയുന്നതിനോട് ഒരു അഭിപ്രായം എനിക്കില്ല. ഏത് പാർട്ടിയാണെങ്കിലും അവരുടെ ജനാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അതിലിപ്പോൾ വർഗീയമായിട്ടും ജാതീയമായിട്ടൊക്കെ കാണുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് പറയാം. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മുന്നണിയാണ്. അത് എല്ലാവരുടെയും കൂടെ നിൽക്കുന്നവരുമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതിൽ കഴമ്പ് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തള്ളിപ്പറഞ്ഞ കൂടുതൽ SNDP-നെ തള്ളി പറയുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിലാകെ ജാതിക്കും മതത്തിനുമെതിരെയുള്ള ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതിനുവേണ്ടി മുന്നിട്ട് വരുന്ന ആളുകൾക്ക് പുറകോട്ട് പോകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതുപോലെയുള്ള പ്രമുഖരായ ജാതി മത നേതാക്കന്മാരൊക്കെ ഈ സമയത്ത് മുന്നോട്ട് വയ്ക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മേഖലയിലാണ് അതുണ്ടായതെങ്കിൽ അത് തിരുത്തിപ്പോകേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടിയും. അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെ കൂടുതൽ പരിശോധിച്ച് നടത്തേണ്ടത് ഇതുപോലുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ജാതിയെയും മതത്തെയും നമ്മൾ മാറ്റി നിർത്തി മനുഷ്യത്വപരമായി മനുഷ്യനൊന്നാണ് എന്നുള്ള നിലയിലേക്ക് ഉള്ള സന്ദേശങ്ങളാണ് ഈ ജാതി മത രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കേണ്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കാളത്തോട് നാച്ചു വധക്കേസിലെ 6 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. CITU തൊഴിലാളി നാച്ചു എന്ന ഷബീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ. പോസ്റ്റൽ മേഖലയെ തകർക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് താൽപര്യമെന്ന VK ശ്രീകണ്ഠൻ MP. രാഷ്ട്രീയത്തിൽ വ്യക്തി വ്യവസായ കോർപ്പറേറ്റ് താൽപര്യം വന്നാൽ പൊതുമേഖലകൾ തകർക്കപ്പെടുമെന്നും ശ്രീകണ്ഠൻ. FNPO സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. കേരള പോലീസിന്റെ ഓരോ സംവിധാനത്തെയും നവീകരിച്ചതിലൂടെ പൗരസാമൂഹിക സുരക്ഷിതത്വം വർദ്ധിച്ചതായി K രാധാകൃഷ്ണൻ MP. സേനാംഗങ്ങളുടെ ക്ഷേമവും സർക്കാർ ലക്ഷ്യമെന്നും അന്വേഷണത്തിൽ ലോക നിലവാരം പുലർത്താൻ കഴിയുന്നത് സർക്കാർ കാലത്തിനൊത്ത് അനുയോജ്യമായ പിന്തുണ നൽകുന്നതുകൊണ്ടാണെന്നും K രാധാകൃഷ്ണൻ. പാലക്കാട് KPOA ജില്ലാ സമ്മേളനം. മാതൃസംഘടനയിലേക്ക് പോകുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന KPCC വക്താവ് സന്ദീപ് വാര്യർ. KPCC നേതൃത്വം എതിരാളികൾക്ക് ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ. KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാത്തത് മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുടെ പേരിലെന്നും സന്ദീപ് വാര്യർ. മുഖഛായ മാറാൻ ഒരുങ്ങി വാണിയംകുളം ചന്ത. നവീകരണ പ്രവൃത്തികൾ സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിൽ. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച P മമ്മിക്കുട്ടി MLA. കടുത്ത ചൂടും കൊടും വെയിലും തൊണ്ട നനയ്ക്കാൻ വഴിയില്ലാതെ വന്യജീവികൾ. പ്രകൃതി സ്നേഹി കല്ലൂർ ബാലന്റെ വിയോഗം തീരാനഷ്ടമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.